ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു വീക്ക് ഡേ ആണ്, പക്ഷെ ഞങ്ങൾക്ക് ഓഫാണ്. അതുകൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇതെൻ്റെ പുതിയ അക്കോമഡേഷനാണ് ഇവിടുത്തെ. ഇതൊരു ഹാമിൽട്ടണിൽ തന്നെയുള്ള ഒരു അക്കോമഡേഷനാണ്, ഹാമിൽട്ടൺ സെൻട്രലിൽ. അവിടെ ഉള്ള ഒരു 1 ഫ്ലോറുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. അതിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇതെൻ്റെ ന്യൂ ലൊക്കാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അസ്തയിലോട്ട് പോവാണ്. എൻ്റെ പുതിയ റൂംമേറ്റാണ് ഹൃദ്യ. ഹൃദ്യനെ പറ്റി പറയുവാണെങ്കിൽ, ഹൃദ്യനെ എനിക്ക് പണ്ടേ പരിചയമുണ്ട്. ഞാൻ ഈ ഒരു വിസ എനിക്ക് കിട്ടിയപ്പം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടായിരുന്നു ഹൃദ്യ. ഹൃദ്യൻ്റെ കൂടെയാണ് ഞാൻ സിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടായത്. അത് കാരണം ഞാൻ ഹൃദ്യൻ്റെ വീട്ടിലോട്ട് തന്നെ താമസം മാറിയതാണ്. അതാകുമ്പം കൂടുതൽ സൗകര്യമാണല്ലോ ഞങ്ങൾക്ക് ജോലി നോക്കാനും എല്ലാം. ഇതിവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു മാളാണ് റിജൻ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു മാൾ സെറ്റപ്പ്. അങ്ങനെ ഒരുപാട് കടകളും എല്ലാം ഉണ്ട്. ഡ്രസ്സ് ആയിക്കോട്ടെ, സ്റ്റേഷനറി ആയിക്കോട്ടെ. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് 2 സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്. മൈ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടും വേറെ ഒരെണ്ണം കൂടെ. അത് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പുകളാണ്. പിന്നെ ഈ ഒരു കടയിൽ ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് വില കുറവിൽ കണ്ടപ്പം കയറി നോക്കിയതാണ്. ഇത് ഞങ്ങൾ വർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് കയറിയതാണ്. ഇവിടെ ഒരുപാട് തരം പെൻസിലുകളും കളറുകളും അങ്ങനെ പല വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. ഇവിടെ ഗിഫ്റ്റ്സ് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മക്കൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഒരു സ്റ്റേഷനറി കട, അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റേഷനറി കടയിൽ പോയി. അവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഇവിടുത്തെ കാർഡിൻ്റെ കളക്ഷനാണ്. ഭയങ്കര അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ അവിടുത്തെ ഒരു ജ്വല്ലറിയാണ്, ഗോൾഡും സിൽവറും ഉള്ള. അതും നല്ലതുണ്ടായിരുന്നു. എല്ലാം വളരെ ചീപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 29 പൗണ്ട് അങ്ങനത്തേനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പ്രൈമാക്കിൽ വന്നു. അവിടെ വന്നപ്പോൾ പിന്നെ പിള്ളേരെ നല്ല തരം ഡ്രസ്സുകളൊക്കെ ഒരുപാട് കണ്ടു. അപ്പോൾ പിന്നെ സ്പൈഡർമാൻ, അങ്ങനെ സൂപ്പർമാൻ, പിന്നെ ഇത് സെക്ഷനാണ്. ഒരുപാട് നല്ല എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നത് ഡ്യുവറ്റ് കവറും കൂടെ ഹൃദ്യയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഡ്യുവറ്റ് കവറൊക്കെ നോക്കി. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് അസ്തയിലോട്ടാണ്. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ നോക്കിയപ്പം ഓഫറിൽ ആപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആപ്പിൾ ആദ്യം എടുത്തു. പിന്നെ ഞങ്ങളെടുത്തത് ഗ്രേപ്സ് ആണ്. പിന്നെ പീച്ചസ് ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ചസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല വില കുറവായിരുന്നു. ഒരു 98 പൗണ്ട്സ്, അത്ര 98 പൗണ്ട്സ് അല്ല, എന്താ പറയുക, 1 പൗണ്ടിൻ്റെ താഴെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. പിന്നെ സ്ട്രോബെറീസ് എടുത്തു. പിന്നെ ഇതൊരു മാങ്ങയാണ്. ഇവിടെ മാംഗോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ബിക്കോസ് ഇവിടെ നിന്ന് മാങ്ങ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയില്ലല്ലോ. അത് കാരണം ഞാനൊരു മാംഗോ എടുത്തു. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാസ്ബെറി, സ്ട്രോബെറി, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി ഓഫ് സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിലേക്ക് പോകുന്ന വഴി തന്നെ റാസ്ബെറി തോട്ടം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പറിച്ച് കഴിക്കാറുണ്ട്. അത് കാരണം പിന്നെ ഇവിടെ നിന്ന് കൂടുതലായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ ഷാലറ്റ്സ് ഉണ്ടായിരുന്നു, ബ്രിഞ്ചോളുണ്ട്. എനിക്കൊരു സാമ്പാർ വെക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്തു. സാമ്പാറും ചെമ്മീൻ പൊരിച്ചതുമായിരുന്നു. അങ്ങനെ പിന്നെ ചെമ്മീനും എടുത്തു. പിന്നെ കോക്കനട്ട് ഓയിൽ, ഇത് വെറൈറ്റി ഓഫ് കോക്കനട്ട് ഓയിലും പലതരം ഓയിലുകളാണ്. പിന്നെ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ എടുത്തു. ഇതെല്ലാം നമുക്ക് സെൽഫ് ചെക്കൗട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അസ്തയിൽ. അപ്പം ഞാൻ എല്ലാം കൂടെ ബില്ല് ചെയ്യാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബില്ല് ചെയ്ത് എക്സിറ്റ് അടിക്കാൻ പറ്റും. അപ്പം നമുക്കതൊക്കെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ബിക്കോസ് നമ്മുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായത്. ഇതിപ്പം ഫസ്റ്റ് ഞാൻ ചെയ്തു, പിന്നെ അടുത്തത് ഹൃദയം കൂടെ ചെയ്യുന്നുണ്ട്, അവളുടെ ബില്ലിങ്ങൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബില്ലൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. ഈ ഒരു അസ്തയിൽ നിന്ന് ഞങ്ങളെ വീട്ടിലോട്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും അധികം സാധനങ്ങൾ വാങ്ങിച്ച കാരണം ഞങ്ങൾക്ക് അതൊക്കെ തിരിച്ച് എന്താ പറയുക എടുത്തുകൊണ്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും അധികം ലഗേജ് ഉള്ളത് കാരണം ഞങ്ങൾ രണ്ടുപേരും 2 കവറായിട്ട് കയ്യിൽ പിടിക്കുകയോ ചെയ്ത്. അത് അത്യാവശ്യം ഞങ്ങൾക്കൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഞങ്ങളിങ്ങനെ പല സ്ഥലത്തുകൾ ഇരുന്ന് അങ്ങനെയാണ് ഞങ്ങൾ നടന്ന് റൂമിലോട്ടേക്ക് എത്തിയിട്ടുണ്ടായത്. ബിക്കോസ് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 1 മൈലിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് നടക്കാനായിട്ട്.
റെക്കമെൻഡ് ചെയ്യുന്നത് ഹൃദ്യയ്ക്ക് വേണ്ടി ഫുൾ ടൈം ജോബും എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോബാണ്. സോ ആദ്യം തന്നെ കയറിയത് ഒരു മൊബൈൽ ഷോപ്പിലായിരുന്നു. അതിനുശേഷം പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയതൊരു ഹോട്ടലിലായിരുന്നു. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു, ഓപ്പൺ അല്ലായിരുന്നു. മോർണിംഗ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഹോട്ടൽസൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു 1 PM 2 PM ഒക്കെ ആവും. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയ ഓൾമോസ്റ്റ് 1-2 ഹോട്ടലുകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയത് റിയോ പെരി പെരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ്. അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ വേക്കൻസി ഒന്നും. ഇവിടെ ഞങ്ങൾ നോക്കിയിട്ടുള്ള ഈ ഒരു കംപ്ലീറ്റ് സീരീസിലുള്ള എല്ലാവിധ ഷോപ്പുകളിലും ഒരുവിധം 90% ഓഫ് ദ ഷോപ്സിലും വേക്കൻസി ഉണ്ടായിരുന്നില്ല. ഇത് സെൻറ്റ് ആൻഡ്രൂസ് ഹോപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പായിരുന്നു. ഇവിടെ ആക്ച്വലി അവർ ചാരിറ്റി ആയിട്ട് ഡ്രസ്സുകളൊക്കെ എടുക്കും, എന്നിട്ട് അത് അവർ ത്രിഫ്റ്റായിട്ട് റീസെല് ചെയ്യുന്ന ഒരു ഷോപ്പായിരുന്നു. ഇവിടെ ആക്ച്വലി വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ അവർ പറഞ്ഞു അവരിവിടെ വോളണ്ടറി ജോബ്സാണ് കൂടുതലും നോക്കുന്നതെന്ന്. വിച്ച് മീൻസ് നമുക്കൊരു പേ ഒന്നും കിട്ടാതെ. പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ പേ ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വേറെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് അവിടെ തന്നെയുള്ള അടുത്തൊരു കടയിലാണ്. ഇതൊരു കഫേ ആയിരുന്നു, ഒരു കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറി വീണ്ടും ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഈ കഫേകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ അത് കാരണം ഞാൻ വീഡിയോസൊക്കെ എടുത്തേ, അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്തൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതെന്നുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് കേക്ക്സും കപ്പ് കേക്ക്സും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അത് കാരണം ഒരുപാട് കടകളുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു സൈഡ് ഓഫ് കടകളാണ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. നാളെ ഞങ്ങൾക്ക് മറ്റൊരു സൈഡ് ഓഫ് കടകളും കൂടെ കവർ ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം തുടർന്നു. ഞങ്ങൾ പിന്നെ ബോംബെ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയത്. ഇത് ആക്ച്വലി രാവിലെ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വൈകിട്ട് ഒരു 5 മണിയായി പോയപ്പം ഞങ്ങൾക്ക് അവിടുന്ന് എന്താ പറയുക വേക്കൻസി ഇല്ലയെന്ന് അവർ പറഞ്ഞായിരുന്നു. പിന്നെ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് പോലെയല്ല, പക്ഷേ ഇവിടെ ഒരുവിധം അല്ലറ ചില്ലറമായ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട. ലൈക്ക് ഈ എന്താ പറയുക, ഇപ്പം ഡോൾസൊക്കെ ഇപ്പം ട്രെൻഡിങ്ങിലില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇത് ഐസ്ലൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രോസറി ഷോപ്പായിരുന്നു. ഈ ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ അകത്തും ഞങ്ങൾ ചെന്ന് ചോദിച്ചു. പക്ഷെ അവർ ഓൺലൈൻ സൈറ്റ് വഴിയാണ് ഇവിടെ ആക്ച്വലി ജോബിന് വേണ്ടി അവർ എടുക്കുന്നുണ്ടായത്. ഇതാണ് ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് ഐസ്ലൻഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് യൂറോപ്യൻ സ്റ്റോറാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് നമ്മുടെ അസ്ദേനോട് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ സുഖമായിരിക്കുമല്ലോ ഇനി ഇവിടെ ഇങ്ങോട്ട് ജീവിക്കുമ്പം എവിടെ നിന്നൊക്കെ സാധനം മേടിക്കാം, എവിടെ നിന്നൊക്കെ മേടിക്കണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് എത്തിയത് മൊറിസൺസിലാണ്. മൊറിസൺസിലും കയറി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഹാമിൽട്ടൺ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന സ്ഥലം. ഇത് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും കൂടെ ഉള്ള ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു പോയിന്റിൽ തന്നെ സ്റ്റേഷനിൽ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ഗ്രോസറി ഷോപ്പ് വരുന്നുണ്ട്, മൊറിസൺസ്. ഇവിടെ നിന്ന് ഞാൻ ഒരിക്കൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടെയും കൂടെ കയറിയിട്ട് നോക്കിയായിരുന്നു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇവിടെയും ഉണ്ടായിരുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു. ഒരു ആൻറ്റീൻ്റെ ഒപ്പം ഒരു വലിയ ഡോഗ് ഈ ഒരു ഗ്രോസറി ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് കൗതുകമായിട്ട് തോന്നി. ബിക്കോസ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ലല്ലോ യൂഷ്വലി. സോ അങ്ങനെ എല്ലാ കടകളിലും കയറി ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് സമ്മർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരൊറ്റ കടയിൽ പോലും ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്രോസ് ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആ ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലുള്ള കടകളിൽ കയറി ഇറങ്ങി ചോദിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അതാകുമ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെയും നോക്കി, പക്ഷേ ഇല്ല. പക്ഷെ ഇവിടുത്തെയൊക്കെ കടകളുടെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാം. ബിക്കോസ് ഞങ്ങൾ കയറിയ ഒരുവിധം 90% ഓഫ് ദ കടകളിലും ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഗ്രിൽ നോവ എന്ന് പറയുന്ന കടയിലാണ്.
അത് ആക്ച്വലി ഒരു ഗ്രിൽസ് കടയാണ്, ഒരു ഗ്രിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടർക്കിഷ് ഷോപ്പാണ്. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ചോദിച്ചു നോക്കിയായിരുന്നു ഇവിടെ വല്ല വേക്കൻസി ഉണ്ടോ. ഇതൊക്കെ രാവിലെ സമയമായത് കാരണം ഇവർ ഓപ്പൺഡ് അല്ലാത്ത കാരണമാണ് ഇവർ കസാലയൊക്കെ എടുത്ത് മേളിൽ വെച്ചത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മലയാളി കടയാണ്, ഷോപ്പ് ലോക്കൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ ഈ കടയിലും കൂടെ കയറി ചോദിച്ചു. ഇതൊരു ഗ്രോസറി ഷോപ്പ് പോലത്തെ ഉള്ളൊരു സാധാരണ പലചരക്ക് കടയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് വോഗിലേക്കായിരുന്നു. ഇവിടെ കിഡ്സിൻ്റെ നല്ല നല്ല ഉടുപ്പുകളായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അവിടുത്തെ എല്ലാ ഡ്രസ്സുകളും. ഒരു ഡ്രസ്സിന് തന്നെ 29 pounds ഒക്കെ വരുന്നുണ്ടായിരുന്നു ഒരു ബേബിയുടെ ഡ്രസ്സിന്. അതിനുശേഷം പിന്നെ ഒരു ബേക്കറി കയറി, പിന്നെ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലും കൂടെ കയറി. ഇതെല്ലാം ഡ്രസ്സിൻ്റെ ഷോപ്സാണ്. ഈ റെയിൻബോ ഒരു ഡ്രസ്സിൻ്റെ കടയാണ്. ഇതൊന്നും നമ്മുടെ ബ്രാൻഡഡ് ഡ്രസ്സ് അല്ലാത്ത ഒരു സാധാ പോലത്തെ ഒരു ഡ്രസ്സ് കിട്ടുന്ന ഒരു കടയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കയറിയിട്ടുണ്ടായത് ഒരു മൊബൈൽ ഷോപ്പിലാണ്. പക്ഷേ ഇവിടെയും വേക്കൻസി ഉണ്ടായിരുന്നില്ല. അടുത്തത് ഞങ്ങൾ കയറിയത് ഒരു സൈക്കിളൊക്കെ കിട്ടുന്ന ഒരു കടയിലായിരുന്നു. അവിടെ അവർക്ക് വേക്കൻസി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറം നോക്കിയപ്പോൾ ഒരു കോഫി ബാർ കണ്ടു, ലൈം ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറി. അവിടെ അങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് പിന്നെ അതുപോലെയുള്ള സാധനങ്ങളും കിട്ടും, കുറച്ച് ഡെസേർട്ട്സും കിട്ടും. അപ്പോൾ അവർ ഞങ്ങളടുത്ത് ഫോൺ നമ്പർ എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതി കൊടുത്തു. ഈ ക്രിക്വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും എന്താ പറയുക, ഈ ജിം വെയർ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ കിട്ടുന്ന ഒരു കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വീണ്ടും കയറിയത് ഒരു കോഫി ഷോപ്പിലേക്ക് തന്നെയാണ്. ഈ ഒരു കോഫി ഷോപ്പും നല്ല രസമുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട്. അതിന് ശേഷം പിന്നെ ഒരു ഗോൾഡും സിൽവറൊക്കെ വിൽക്കുന്ന ഒരു കടയിലായിരുന്നു ഞങ്ങൾ കയറി ചോദിച്ചത്. അതിന് ശേഷം പിന്നെ ഞങ്ങളൊരു മീറ്റ് ഷോപ്പ് പോയി, ഒരു ബുച്ചർ ഷോപ്പിൽ. അവിടെ ഉണ്ടോ വേക്കൻസി നോക്കി. ബിക്കോസ് നമുക്ക് അത്യാവശ്യം നൈഫ് സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബുച്ചറി ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയത് ഒരു കഫേയിലോട്ട് തന്നെയാണ്. ഇവിടെയൊക്കെ നിറയെ കഫേകളും ഇതൊക്കെ എന്താ പറയുക, ഒരു വീക്ക് ഡേ ആയിട്ട് പോലും ഇവിടെയൊക്കെ ഫുൾ കംപ്ലീറ്റ്ലി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതാണ് വോഗ് എന്ന് പറയുന്നത്. ഇവർക്ക് 2 കടയുണ്ട് തൊട്ട് അപ്പുറം ഇപ്പുറമായിട്ട്. ഈ 2 കടയിൽ ഞങ്ങൾ കയറി ചോദിച്ചു എന്തെങ്കിലും വേക്കൻസി ഉണ്ടോയെന്ന്. യൂഷ്വലി ഇവർ ഇവിടുത്തെ നാഷണാലിറ്റീസിനെ തന്നെയാണ് എടുക്കാൻ കൂടുതലും ചാൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു കട എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമിൻ്റെ കടയായിരുന്നു. ലൈക്ക് കുട്ടികളെ സ്കൂൾ യൂണിഫോമൊക്കെ ഉള്ള ഒരു കട. പിന്നെ ഇതെന്ന് പറയുന്നത് വീണ്ടും ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുണ്ടായത്, സെമീച്ചൻ എന്ന് പറഞ്ഞിട്ട്. പിന്നീടുള്ളത് ഗ്രെഗ്സ് ആയിരുന്നു. ഗ്രെഗ്സ് എന്ന് പറയുന്നത് ഒരു കഫേ തന്നെയാണ്. അത് ഇവിടുത്തെ ഒരു ചെയിനാന്ന് തോന്നുന്നു, ഇല്ല KFCയും ചിക്കിങ്ങും ഒക്കെ പോലത്തെ. അങ്ങനെ ഞാൻ അവിടെ ബ്രെഡ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറമുള്ള എന്താ പറയുക, ചിപ്പി എന്ന് പറയുന്ന ചിപ്പി എന്ന് പറയുന്ന ഒരു കടയിൽ പോയി. ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഗുസ്തി ഇറ്റാലിയാന എന്ന് പറയുന്ന കടയിൽ എന്താ പറയുക, പിസ്സയാണ് കിട്ടുന്നത്. സോ ആ കടകളിലൊക്കെ പോയി. അവിടെ ഒന്നും വേക്കൻസി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ദൂരത്തോട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ ഒരു ദിവസം മാത്രം ഓൾമോസ്റ്റ് ഒരു 7 kilometers അടുത്ത് ഞങ്ങൾ വാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ, ഒരു സൈഡ് ഓഫ് ഒരു ഏരിയയിൽ, ഒരു കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയധികം കടകൾ കിട്ടി. ഇനി ഞങ്ങൾക്ക് റൈറ്റ് സൈഡും കൂടെ ഉണ്ട് കവർ ചെയ്യാൻ. അത് ഞങ്ങൾ നാളെ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ അടുത്ത കടയിൽ പോകുമ്പം ഞങ്ങൾ അതും കൂടെ വീഡിയോ ആയിട്ട് എടുക്കാം. പിന്നെ ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ താഴത്തോട്ട് നോക്കിയപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി ഞങ്ങൾക്ക്. താഴെ ഒരു പാർക്കും ബ്രിഡ്ജിൻ്റെ മേലെ നോക്കുമ്പം എന്താ പറയുക, ഒരു ബ്രിഡ്ജ് പോലെയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇതൊരു നല്ല 5 star റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ഇൻറ്റീരിയർ ആയിരുന്നു. എല്ലാ റെസ്റ്റോറൻറ്റും കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതി തോന്നും, എന്താ പറയുക, ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വരാനായിട്ട്. ബിക്കോസ് അത്ര അടിപൊളിയായിട്ടുള്ള ബാറും റെസ്റ്റോറൻറ്റുമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയേർഡായപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് ഔട്ട് സൈഡിലൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം. അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലുണ്ട്, ബോംബെ കോട്ടേജ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ബോംബെ കോട്ടേജ്. അങ്ങനെ അവിടെ കയറിയപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ മാളിലോട്ടൊക്കെ പോയി. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.